ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്ലൈ ഇമാറോഷി. നിങ്ങളപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ, തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ബോട്ടിലായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്ത് എടുക്കുന്നത് നോക്കാം അല്ലേ. ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല എടുക്കുന്നത്, പക്ഷെ എന്നാലും എൻ്റെ ഓരോ കലാവിരുതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാം. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് പെയിൻ്റ് അടിക്കുന്നത്, പെയിൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിക്ചറൊന്നും എൻ്റെ മൈൻഡിലൊന്നും ഉണ്ടായിരുന്നില്ല, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ രീതിക്ക് തന്നെയാണ് ഞാൻ ചെയ്തത്. എത്ര ശരിയായിട്ടുണ്ടാകുമെന്നൊന്നും അറിയില്ല, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈസി മെത്തേഡാണ്. ഞാൻ സാധാ ബോട്ടിൽ തന്നെ വൈറ്റും റെഡും മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്പോഞ്ചും കൊണ്ട് ഞാൻ ടച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ വേറൊരു ബോട്ടിലും കൂടി ചെയ്യുന്നുണ്ട്. അത് വൈറ്റ് ബോട്ടിൽ, അതായത് ഇതേ ബോട്ടിൽ തന്നെ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് രണ്ടാമത് ഞാൻ ഇതേപോലെ കളർ സ്പോഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വരുന്നുണ്ട്. അപ്പോൾ അധികം പെർഫെക്റ്റ് ആവുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൈറ്റ് സിമെൻറ്റ് പെയിൻ്റ് ഉണ്ടല്ലോ, അതൊന്നുകൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചിലപ്പോൾ പെർഫെക്റ്റായി കിട്ടിയേനെ. പക്ഷേ ഇതിപ്പോൾ ആദ്യത്തെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ, നമ്മൾ തട്ടിമുട്ടിയൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സാധാ നമ്മൾ മുകളിൽ അടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ വൈറ്റ് ബോട്ടിൽ വരുന്നത്. ഇത് ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് പിടിക്കുമോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലും കൂടി നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ വിചാരിച്ചു. അതായത് വൈറ്റ് പെയിൻ്റ് അടിച്ച ബോട്ടിലിൽ ആദ്യം അത് ടച്ച് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതിൽ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് വെള്ളം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം ഇല്ലാണ്ട് സാധാ പോലെ അടിച്ചപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം ആ വൈറ്റ് പെയിൻറ്റ് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ ആ ഒരു ഇതിലൊക്കെ വന്നു. പിന്നെ ഫസ്റ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ എന്താണെങ്കിലും അങ്ങ് സഹിക്കുമല്ലോ. പിന്നെ പെയിൻറ്റ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പെയിൻ്റാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്, DMSൻ്റെ. അതേപോലെ തന്നെ ബ്രഷ് അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു ഏറ്റവും വീതിയുള്ള വലിയ ബ്രഷായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഏതാണെങ്കിലും ഇതിനെക്കാട്ടും വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അടപ്പിൽ വലിയ ബ്രഷും കൊണ്ട് ചെയ്തേ കേട്ടോ. ഏത് സ്പോഞ്ചും കൊണ്ടാക്കിയിട്ട് അത് ഇതാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ കളറോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും നമുക്കത് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ പിസ്ത ഷെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ രീതിക്ക് അങ്ങ് വരച്ചു കൊടുക്കുക ചെയ്തത്. പിന്നെ ബോട്ടിലായിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇത്രയൊക്കെ റെഡിയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, കാരണം നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് ഇത് ശരിയായിട്ട് വരിക, ഇഷ്ടപ്പെടുമോ, ഇത് ബോട്ടിൽ പിടിക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടിലും കൊണ്ടുള്ള കളിയല്ലേ, ഇത് കുട്ടികളാരും അധികം ചെയ്യാണ്ടിരിക്കുക. അമ്മമാർ മാക്സിമം, കുട്ടികളൊക്കെ കാണുകയാണെങ്കിൽ അമ്മമാർ മാക്സിമം ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതിന് ഞാൻ വരച്ചു കൊടുക്കാൻ പോവാണ്. ഞാനൊരു പൂവ് എന്ന രീതിക്കാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നതൊന്നുമില്ല, ആ സമയത്തേക്ക് എന്തൊക്കെയോ വന്നു, അതാണ് ഞാൻ ഇപ്പോൾ വരച്ചു കൊടുക്കുക ചെയ്ത്. പൂവ്, ഇല, ആ ഭാഗത്ത് എനിക്ക് എന്തോ പെയിൻറ്റ് പിന്നെയും പോയ പോലെ തോന്നി. ഞാൻ സ്പോഞ്ചും കൊണ്ട് ആക്കിയപ്പോൾ കളറ് പോയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടി ഇതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതോ ഡബിൾ കോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആവും തോന്നുമായിരുന്നു. ഇവിടെയും കുറച്ചുകൂടി ഞാൻ റെഡ് കൂട്ടിയിട്ട് അതിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്.
പിന്നെ എത്രയൊക്കെ ചെയ്തിട്ട് എനിക്കൊരു പെർഫെക്റ്റ് പോലെ തോന്നിയില്ല. അതാണ് പിന്നെ ഞാൻ റെഡ് അവിടെ ആക്കി കൊടുത്തു. റെഡ് കൊടുത്ത് ഒന്നുകൂടി രസം ഉണ്ടാകും വിചാരിച്ചു. പിന്നെ അങ്ങനെ അങ്ങ് അത് കൊടുത്തു. ഇതിൽ ഫുള്ള് ഞാൻ ഇലകൾ ഇതാക്കി കൊടുക്കുക ചെയ്ത്. ഈ ഒരു ബോട്ടിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ തമിഴിൽ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലെൻ്റെ പേര്, യൂട്യൂബിൻ്റെ പേര്, പിന്നെ ഒരു കോഡ്സ് ആയിട്ട് അത് വരച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഹാർട്ടൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്തു കൊടുത്തു. ഈസി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫുള്ള് ഹാർട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തോ ഹാർട്ട് വരയ്ക്കുന്നത് എനിക്കങ്ങ് പറ്റുന്നുണ്ടായിരുന്നില്ല, ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കൊളാക്കണ്ട വിചാരിച്ചിട്ട് പിന്നെ അതിൽ ഞാൻ കുത്തൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. കുത്തുനിന്ന് വലിയ ഹാർട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് മാറ്റുന്നുണ്ട്. ഞാൻ കളർ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ 2 വശത്ത് ഹാർട്ട് വരച്ചിട്ട് അവിടെ നിർത്താൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ ചെറിയൊരു കോട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സൈഡിലായിട്ടായിരുന്നു യൂട്യൂബിൻ്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിൻ്റെ ലോഗൊക്കെ വരയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അത്ര റെഡിയായൊന്നും അറിയില്ല. അങ്ങനെ അങ്ങ് വരച്ചു കൊടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഭാഗത്ത് ഞാൻ ആ കുത്തിട്ടില്ലേ, ആ ഭാഗത്ത് ഞാൻ സ്പോഞ്ചും കൊണ്ട് കളർ കൊടുക്കുമായിരുന്നു. റെഡായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തോ ക്യാമറയിൽ അധികം കിട്ടിയിട്ടില്ല, ക്ലിയറായി കിട്ടിയിട്ടില്ല. എൻ്റെ കൈയായിരുന്നു കാണുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് അത് കാണുന്നില്ല എന്ന് മനസ്സിലായി. പിന്നെ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് ഞാൻ സ്പോഞ്ചും കൊണ്ട് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ടൊന്നും റെഡ് കൊടുത്തില്ല. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഓൾ.